ഹായ് ഫ്രണ്ട്സ്, ജേണി വിത്ത് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് തുടങ്ങി. കട്ടൻ ചായ വെച്ച് അരി അടുപ്പത്തിട്ട് ഗ്രീൻ ബീൻസ് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കഴുകി കുക്കറിലിട്ടു. അത് വേവിക്കാൻ വെച്ചു കേട്ടോ. കുക്കറിലിട്ട് അത് വെച്ചതിന് ശേഷം ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി ചതച്ച് വെച്ചു. അപ്പോൾ കുക്കറിലിട്ട് 3-4 വിസിലടിച്ചു. എന്നിട്ട് പിന്നെ വെന്തില്ലാന്ന് തോന്നി. തുറന്നപ്പോൾ വെന്തില്ലാന്ന് തോന്നുക. അപ്പം ഞാൻ പിന്നെ കുക്കറിൽ അടിച്ചില്ല. കാരണം പിന്നെ അടിച്ചു കഴിഞ്ഞാൽ അത് ഉടയും. അത് കാരണം കൊണ്ട് പിന്നെ ഞാൻ കുക്കറിൽ അടിക്കാൻ പോയില്ല. അതങ്ങനെ അവിടെ ഇറക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തോന്നി കാച്ചുമ്പോൾ കുറച്ച് നേരം ചീഞ്ചട്ടിലിട്ട് കിടന്ന് ആയിക്കോളും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ രണ്ടാമത് വിസിലടിപ്പിക്കാൻ നിന്നില്ല കേട്ടോ. ഇത് ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം എന്ത് ചെയ്തു, കുക്കർ വിസിൽ മാറുന്നത് വരയ്ക്കും പോയി അടിച്ചു വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അകത്തേക്ക് പോയി അടിച്ചു വരാൻ നിന്നു. അതെല്ലാവരുടെയും അടിച്ച് തുടയ്ക്കണ്ടേ. മഴയായാലും നമ്മൾ ഡെയിലി തുടയ്ക്കും. വെറുതെ ജസ്റ്റ് ഒന്ന് ഇത് ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ്, എന്നാലും തുടയ്ക്കും. ഞാൻ വെറുതെ ഒന്ന് തുടയ്ക്കും എല്ലാവരും. അപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മക്കൾ സ്കൂളിൽ പോകാനുള്ള പരിപാടി. കുളിയൊക്കെ യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കണം. സ്കൂളിൽ പോകണം. അവർക്ക് ഇത് കുറച്ച് നടക്കണം ബസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അടിച്ചു വല്ല കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇന്നലത്തെ മൈലാഞ്ചിയാണത്. മൈലാഞ്ചി കളയാനായിട്ട് വെച്ചതാണ്. കളഞ്ഞില്ല അരച്ച് കഴിഞ്ഞപ്പോൾ. അല്ല, ഇന്നലെ ഇട്ട് കഴിഞ്ഞായിരുന്നു, കളഞ്ഞിട്ടില്ല. അപ്പോഴേക്കും എന്ത് ചെയ്യും, കുക്കറൊക്കെ എന്താ തെറ്റി പോവാൻ മൊത്തം പറയണത്. കുക്കറൊക്കെ തുറന്നു ഉള്ളി കാച്ചി അതിലേക്ക് വെള്ളത്തോട് കൂടി അതിലേക്ക് ഒഴിച്ചു, ചീഞ്ചട്ടിലേക്ക് ഒഴിച്ചു. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം വെന്തോളൂ എന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചോറും കറിയൊക്കെ പാകമായി. പിള്ളേർക്കൊക്കെ ചോറ് കറിയും ആക്കി വെച്ചു. എനിക്ക് കൊണ്ടുപോകണ്ട ചോറ്, എനിക്ക് വെള്ളം മാത്രം കൊണ്ടുപോയാൽ മതി. എന്താ വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്ക് കയറിയാൽ മതി ജോലിക്ക്. ഇന്ന് 8:30 വരെയാണ് സമയം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കയറിയാൽ മതി. അത് കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് പിള്ളേരെ വിട്ട് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കിന്ന് ബാങ്കിൽ പോകണമായിരുന്നു. ബാങ്കിലൊക്കെ പോയി വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു ചെറിയ കഷ്ണം പപ്പായ പഴുത്തിരിക്കുന്നതായിരുന്നു. അപ്പോൾ അതെടുത്ത് കഴിച്ചു. കാലത്ത് ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോൾ ചെറുതായിട്ടൊരു കഷ്ണം ഇരിക്കുന്നുണ്ട്. പിള്ളേർ കഴിക്കില്ല. അപ്പം ഞാൻ തന്നെ അത് ചെറിയ കഷ്ണം അതെടുത്ത് കഴിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇത്തിരി അരി വറുത്ത് കഴിക്കാമെന്ന്. കാരണം അരി വറുത്ത് വെച്ച് പിള്ളേർക്ക് ഇഷ്ടമാണ്. ഒരാൾക്ക് അരി വറുത്തത് ചായയിലിട്ട് കഴിക്കാനും ഒരാൾക്ക് നാളികേരം ശർക്കരയും ഇട്ട് അങ്ങനെ ഉണ്ട പോലെ ആക്കി കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ രണ്ടും ചെയ്യാമല്ലോ. അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിക്കാം. നാളെയൊക്കെ മുടക്കാണല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചു. അപ്പോൾ പിന്നെ ഇന്നത്തെ ചായക്ക് ഞാൻ ഇതിൽ ശർക്കരയും പച്ചരിയിൽ ശർക്കരയും ഒരു നുള്ളുപ്പും 2 മണി ജീരകമൊക്കെ ചതച്ചിട്ട് പായസം പോലെ ആക്കി വെച്ചു. കുക്കറിൽ 4 വിസിലടിച്ച് കഴിഞ്ഞാൽ അത് പായസം. അപ്പോൾ ചായക്ക് അതെടുക്കാം. അരി വറുത്ത് ഞാൻ വെച്ചു എന്ന് മാത്രം. നമുക്കിപ്പോൾ എപ്പോഴെങ്കിലും കഴിക്കാമല്ലോ എന്ന് വെച്ച്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 പപ്പടമൊക്കെ വറുത്ത് ഞാൻ ചോറും കറിയൊക്കെ വെച്ച് കൂട്ടാൻ വെച്ചുകൊണ്ട് ജോലിക്ക് പോയി.